അഡ്വക്കേറ്റ് അനിൽ ബോസ്, അദാനിയും കേന്ദ്ര സർക്കാരും തമ്മിൽ ദുരൂഹമായ ഇടപെടലുകൾ ഉണ്ട് എന്ന ദേശീയ തലത്തിൽ വലിയ തോതിൽ പ്രതിരോധം നീക്കുന്നവരാണ് കോൺഗ്രസുകാർ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കരാർ ലംഘനം ഇവിടെ അദാനിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നറിഞ്ഞിട്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കാത്തത്? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സെബിക്ക് കത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയത്. നമ്മൾ എതിർപ്പറിയിക്കാത്തത് എന്തുകൊണ്ടാണ്? സർക്കാർ എതിർപ്പറിയിക്കാത്തത് എന്തുകൊണ്ടാണ്? സർക്കാർ അദാനിയോട് ഈ പറയുന്ന രൂക്ഷമായ ഭാഷയിൽ എതിർപ്പറിയിക്കാത്തത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും അദാനി നടത്തിയത് നിയമലംഘനവും കരാർ ലംഘനവുമാണ് എന്ന് വ്യക്തമാക്കാത്തത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ? രാജ്യവും അധികാരവും കയ്യിലിരിക്കുന്നവൻ ആരെയാണ് ഭയക്കേണ്ടത്? എന്തിനാണ് ഭയക്കുന്നത്? ഇവിടെ കൺസഷൻ എഗ്രിമെന്റ് പ്രകാരം സർക്കാരിന്റെ അനുമതിയില്ലാതെ ഈ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. കേരള സംസ്ഥാന ഗവൺമെന്റ് അനുമതിയില്ലാതെ ഈ ഒരു നടപടിക്രമത്തിലേക്ക് പോകാനില്ല. അതിന്റെ ചെപ്പും പന്തും കയ്യിലിരിക്കുന്ന ആരുടെയില്ല. ഇവിടെ വിമർശന ബുദ്ധിയ ഒരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരായ ജ്യോതിർഘോഷ് പറഞ്ഞതുപോലെ ധനകാര്യ വകുപ്പ് മന്ത്രി, നിയമവകുപ്പ് മന്ത്രി, പൊതുഭരണ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, തുറമുഖ വകുപ്പ് മന്ത്രി, ഇതെല്ലാം ആരുടെയില്ല? കേരളത്തിന്റെ മുഖ്യമന്ത്രിയില്ല. അത്രയും അധികാരം കയ്യിലിരിക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പവർഫുള്ളായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി എന്തിനാ വല്ലവർക്കും കത്തയച്ച് വിഷമിക്കുന്നത്? എന്റെ കയ്യിൽ അധികാരം ഇരിക്കല്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അധികാരം ഇരിക്കല്ലേ? നമ്മൾ വെച്ചിട്ടുള്ള എഗ്രിമെന്റ്, കൺസഷൻ എഗ്രിമെന്റ്, അതിന് പ്രകാരം അവർ പാലിക്കപ്പെടേണ്ട ചട്ടവട്ടക്രമങ്ങൾ പാലിച്ചില്ല എങ്കിൽ വളരെ കൃത്യമായി ആക്ട് ചെയ്യാൻ ഈ ഗവൺമെന്റ് അറിയാന്നേ. അല്ലാതെ തൊട്ടടുത്തിരിക്കുന്ന ബാലഗോപാൽ എന്ന് പറയുന്ന മാന്യൻ CPM പ്രതിനിധി പറഞ്ഞാലേ വായി വരട്ടോണ്ടിരിക്കാതെ ചാടി എഴുന്നേക്ക്, പ്രതികരിക്ക് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ ഒന്ന് ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തിന് പ്രായത്തെ മാനിക്കണ്ടേ? അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ആളല്ലേ? അദ്ദേഹം CPM സംസ്ഥാന അദ്ദേഹത്തെ അനിൽ ബോസ്, നിയമസഭയിൽ നമ്മുടെ നിയമസഭാ സാമാജികരെ ജനപ്രതിനിധികളെയൊക്കെ ബഹുമാനിച്ച് സംസാരിക്കാൻ പഠിക്കണം. ഈ ചർച്ചയിൽ നിങ്ങൾ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും മാന്യതയുടെ ചട്ടം പഠിപ്പിക്കാൻ എന്നെ നിർബന്ധിതയാക്കരുത് പ്ലീസ്. അല്ലല്ല, മാന്യതയുടെ അല്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ പിണറായി വിജയൻ സംസാരിക്കാൻ അറിയാത്ത ആളാണോ? 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്നയാൾ ചട്ടവട്ട ക്രമങ്ങൾ അറിയാത്ത ആളാണോ? എപ്പോൾ സംസാരിക്കണമെന്ന് ബാലഗോപാൽ തട്ടി വിളിച്ച് ഓർമ്മിപ്പിക്കണോ? ബാലഗോപാൽ ഏറ്റവും ബഹുമാനത്തോടു കൂടിയാണ് മുൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചത്. അങ്ങ് സംസാരിച്ച ഭാഷയിലല്ല. മൗനിയായിരിക്കുന്ന സത്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്ന സത്യത്തെ കൃത്യമായ ബോധ്യത്തോടു കൂടി ഉൾക്കൊള്ളുക. ഇവിടെ ഞാൻ പറഞ്ഞെന്താ, പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാൻ മോശപ്പെടുത്തിയോ? പ്രതിപക്ഷ നേതാവിനെ ഏതെങ്കിലും അർത്ഥത്തിൽ ഞാൻ മോശപ്പെടുത്തിയോ? പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന വിമർശനങ്ങളെ ക്രിയാത്മകമായി ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങ് പറഞ്ഞ ഭാഷയിലാണോ KN ബാലഗോപാൽ സംസാരിച്ചത്? അങ്ങ് പറഞ്ഞ ഭാഷയിലാണോ സംസാരിച്ചത്? നിയമസഭയിൽ നടന്ന ഒരു സംഭവത്തെ അത് കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായി കോട്ട് ചെയ്യണം, അല്ലാതെ അവനവന്റെ ഭാഷാ നിലവാരം അനുസരിച്ച് കോട്ട് ചെയ്യരുത്. ഏത് വാക്കാണ് പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഇവർക്ക് കാര്യങ്ങൾ ആവർത്തിക്കാറില്ല. അഡ്വക്കേറ്റ് അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചു. അങ്ങ് കേട്ടല്ലോ. ആവർത്തിക്കാൻ പറ്റാത്ത എന്തെങ്കിലും എന്റെ ശ്രദ്ധയിൽ അറിയാതെ എന്തെങ്കിലും വന്നോന്ന് എനിക്കറിയില്ല. വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തുന്നു. മനസ്സിലായില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഖേദവും പ്രകടിപ്പിക്കുന്നത്. അതിനൊന്നും മടിയുള്ള ആളല്ലെന്ന് ഞങ്ങള്. അല്ല, അങ്ങ് പറഞ്ഞ നേരത്തെ അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും ഉണ്ട് എങ്കിൽ ആരെയും ഭയക്കേണ്ടതില്ല. ഇതൊന്നും നടക്കില്ല എന്നുള്ളത് അദാനി ഗ്രൂപ്പ് സെബിക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്. We would like to inform you that the company has entered into a share purchase and subscription agreement on June 29th. അധികാരവും ചെങ്കോലും ഉള്ളവർ അറിഞ്ഞോ സാർ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന സർക്കാർ അറിഞ്ഞോ സാർ? അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുക്കുന്ന മറുപടിയിൽ തൃപ്തനാണ്. CPM പ്രതിനിധി തൃപ്തനല്ല. അതാണ് പ്രശ്നം. ശരി, ഞാൻ ഈ വായിച്ചത് അങ്ങ് കേട്ടുപോയി ബഹളത്തിനിടയിൽ. സഭയ്ക്കകത്ത് രേഖാപരമായി വരുന്ന കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് തൃപ്തനാണെന്നേ. അതിനുശേഷവും സംഭവ വികാസങ്ങൾ അനവധി ഉണ്ടായി. പ്രതിപക്ഷം മറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു. മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല. ശ്രീ അനിൽ ബോസ്, ഞാൻ അങ്ങയോട് വീണ്ടും ചോദിക്കുന്നു. അങ്ങ് പറഞ്ഞു അധികാരവും ചെങ്കോലും കിരീടവും ഒക്കെ ഉള്ളവർക്ക് ഈ പറയുന്ന കാര്യങ്ങളെ ഭയക്കേണ്ടതില്ല, ഇവിടെ ഒന്നും നടക്കില്ല എന്ന്. സർ, അദാനി ഈ സെബിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഒന്നുണ്ട്. We would like to inform you that the company has entered into a share purchase and subscription agreement on June 29th to 2026 എന്ന്. സർ, അവർ എഗ്രിമെന്റിലേക്ക് കടന്നിരിക്കുന്നു എന്നത് അവർ തന്നെ സെബിക്ക് വ്യക്തമാക്കിയ രേഖ കൈവശമുണ്ട്. ഈ രേഖ സർക്കാരിന് സ്വാഭാവികമായും ഇപ്പോൾ അവരയച്ചില്ലെങ്കിലും നമ്മളൊക്കെ അറിഞ്ഞത് പോലെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകണമല്ലോ. അപ്പോൾ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ട് സാർ. അധികാരത്തെയും ചെങ്കോലിനെയും അവർ വകവെച്ചിട്ടില്ല സാർ. നിങ്ങൾ എന്ത് നിലപാടെടുത്തു?
അല്ല, അതല്ലേ പറഞ്ഞത്. സർക്കാരിന്റെ മുൻപാകെ വരാത്ത ഒരു കാര്യത്തിൽ, സർക്കാരിന്റെ മുൻപിൽ അനുമതി തേടി വരേണ്ട ഒരു കാര്യത്തിൽ വന്നിട്ടില്ല എങ്കിൽ അതിന് കൃത്യമായ ഇടപെടലുണ്ടാകും. എന്ത് ഇടപെടലാണ് സർ ഉണ്ടായിട്ടുള്ളത്? ഈ എഗ്രിമെന്റ് റദ്ദ് ചെയ്യാനുള്ള അവകാശം എന്താ ഇടപെടലാണെന്ന് വെച്ചാൽ അത് ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന് നമ്മൾ ഈ മാധ്യമ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് മാധു പറയുന്നത് പോലാണോ കേരളത്തിൽ നമുക്ക് അറിയണ്ടേ സർ? മാധ്യമ ചർച്ച പോട്ടെ, ഞാനൊരു പൗരൻ, അങ്ങൊരു പൗരൻ, അഡ്വക്കേറ്റ് അനിൽകുമാർ ഒരു പൗരൻ, നമുക്ക് അറിയണ്ടേ സർ നമ്മുടെ സർക്കാർ എന്താ ചെയ്യുന്നത്? ഇപ്പൊ അറിയണ്ട. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഒരു അത് ഇവിടെ പറയാൻ പറ്റില്ല സർ, ജനങ്ങളോട് പറയാൻ പറ്റില്ല. അറിയണ്ട എന്നൊരു കാര്യം അധികാരത്തിലില്ല സർ ജനാധിപത്യത്തിൽ. ഇപ്പോൾ അറിയേണ്ടതില്ല എന്ന് പറയാൻ പറ്റില്ല സർ, കേട്ടോ. ഇപ്പോൾ അറിയേണ്ടതില്ലെന്ന് പറയാൻ പറ്റില്ല സർ, കേൾക്കാൻ കഴിയില്ല. താങ്കൾക്കറിയാമോ ഒരു ഹൈപ്പവർ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ? സർ ഹൈപ്പവർ കമ്മിറ്റിയെ അങ്ങനെ ഒന്ന് കരാറിലില്ല. ഹൈപ്പവർ കമ്മിറ്റി അല്ല തീരുമാനം എടുക്കേണ്ടത്, അങ്ങനെ ഒന്നും കരാറിലില്ല. അതിൽ നേരത്തെ ശ്രീ ജ്യോതിർ ഘോഷ് വ്യക്തമാക്കിയതുപോലെ ഒരു ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ഏജൻസിയാണ് ഇതിൽ പിന്നീട് കരാർ ലംഘനമുണ്ട് എന്നറിഞ്ഞാൽ തീരുമാനമെടുക്കേണ്ടത്. ബഹളം വെച്ചിട്ട് കാര്യമില്ല സർ, ബഹളം വെച്ചിട്ട് കാര്യമില്ല. അങ്ങ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയണം, നിങ്ങൾ ഇപ്പോൾ അറിയേണ്ട. ആരാണ് സർ നിങ്ങൾ ഏത് അധികാരമാണ് സർ കൈയാളുന്നത്? രാജ്യാവകാശമോ രാജാവകാശമോ? ജനാധിപത്യമാണ് സർ. ചർച്ച നയിക്കുന്ന താങ്കളോട് ചോദിക്കും, താങ്കളാരാണെന്നേ? ഞാനൊരു എളിയ മാധ്യമ പ്രവർത്തകയാണ്. നിങ്ങൾ ജനങ്ങളോട് മറുപടി പറയേണ്ടതില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ആരാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടത്. പരിഹസിക്കല്ല സർ, പരിഹസിക്കല്ല, ഞാൻ അത്ഭുതപ്പെടുകയാണ്. പെട്ടെന്നൊരു രാജഭരണം വന്നുപോയോ എന്ന് അത്ഭുതപ്പെട്ടതാണ് സർ. അല്ല, അങ്ങ് പറയൂ രാജാധികാരം കൈവശമുള്ളവരെ നേരത്തെ ചെങ്കോലും കിരീടവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പറയൂ, അഭിനവ രാജാക്കന്മാർ പറയൂ, കേൾക്കാം. ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ പറയാണ്, എളിയ മാധ്യമ പ്രവർത്തകരെ അല്പമൊന്ന് ഒതുങ്ങി ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഉയർന്നു വന്ന വിവാദത്തെ കുറിച്ച് പഠിക്കാൻ, അറിയാതെ അനുമതിയില്ലാതെ ചെയ്തിട്ടുള്ള ഓഹരി കൈമാറ്റത്തെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ തുടർ നടപടികൾ ഉണ്ടാകും. മനസ്സിലായില്ലേ? ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് സ്വീകരിക്കാൻ കഴിയുന്ന നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കും. മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കുക. ശരി, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ പറയുമ്പോൾ അറിയുന്നവരാണ് ജനം എന്ന വിചാരം എപ്പോഴാണ് ഈ പറയുന്ന ഒരു മാസത്തിനിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല സർ. നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടതില്ല എന്ന അങ്ങയുടെ വാക്ക് തന്നെ അതിനെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അധികാരത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നത് വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്നും ചെയ്യാനില്ല സർ. 5 വർഷം നിങ്ങൾക്ക് അധികാരമുള്ളപ്പോൾ നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടതില്ല എന്ന് സർക്കാരും സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളും പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സർ? ഞങ്ങൾ പൊതുജനമാണല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല, വ്യക്തമാണ്. ഞങ്ങൾ ഇപ്പോൾ അറിയേണ്ടതില്ല എന്നതാണ് സർക്കാർ നിലപാട്. അത് പര്യാപ്തമാണ് സർ, നിലപാട് പര്യാപ്തമാണ്. ഇനി രാജാക്കന്മാർക്ക് സൗകര്യമുള്ളപ്പോൾ പറയൂ, അറിയാം. ജനാധിപത്യമല്ലേ, അട്ടിമറിക്കാനൊന്നും കഴിയില്ല. അങ്ങനെയുള്ളവരല്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ. അപ്പോൾ രാജാക്കന്മാർക്ക് സൗകര്യമുള്ളപ്പോൾ അറിയിക്കും. നമ്മോകാം. Debate with Madhu Saji.